നേതാവ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഇടയ്ക്ക് എന്റെ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, നമുക്കറിയാം ഈ രാജ്യത്ത് ഒട്ടനവധി പൊളിറ്റിക്കൽ സംഘടനകളുണ്ട്. LDF എന്ന പേരിൽ, UDF എന്ന പേരിൽ, അല്ലാത്ത പേരിലൊക്കെ ധാരാളം സംഘടനകൾ കാണാൻ കഴിയും. പക്ഷെ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയായി ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന സുന്ദരമായ മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായ ഒരു തലമുറയെ ഈ രാജ്യത്ത് പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അതിന്റെ ഐതിഹാസികമായ 40ാം വാർഷിക സമ്മേളനം എറണാകുളം ജില്ലാ മെട്രോ സിറ്റിയിൽ നടന്നപ്പോ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിമന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ സൂചിപ്പിച്ചത്, എന്നെ ഏറ്റവും കൂടുതൽ SSFിലേക്ക് ആകർഷിച്ചത് അഭിമന്യനായ കാന്തപുരത്തിന്റെ കീഴിലായിക്കൊണ്ട് അച്ചടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട ഈ വിദ്യാർത്ഥി യുവജനങ്ങളെ ഈ കേരളത്തിന് സംഭാവന ചെയ്യാൻ, ഈ കേരളത്തിൽ അച്ചടക്ക ബോധമുള്ള, മദ്യം കഴിക്കാത്ത, അല്ലെങ്കിൽ അതുപോലെയുള്ള അനാശാസ്യ അശ്ലീല പ്രവണതകളിലേക്ക് പോകാത്ത, മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയുന്ന എല്ലാവിധ അക്രമവാസനകളിൽ നിന്നും സമൂഹത്തെ അടർത്തിയെടുത്തുകൊണ്ട് നല്ലതായ സമാധാനത്തിന്റെ നന്മയുടെ പക്ഷത്ത് അടിയുറച്ചു നിർത്താൻ കെൽപ്പുള്ള, തന്റെ ഇടമുള്ള വലിയൊരു സമൂഹത്തെ ഈ കേരളത്തിന് സംഭാവന ചെയ്യാൻ SSFിന്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞു. അതിന് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അച്ചടക്കമാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ആ സമ്മേളനത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഞാൻ ചുരുക്കുന്നു, പറഞ്ഞു വന്നത് SSF എന്ന സംഘടനയും അതുപോലെ തന്നെ SYS എന്ന സംഘടനയും ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവിധ ആശംസകളും, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സർവാത്മനായുള്ള നിങ്ങളുടെയൊക്കെ പിന്തുണകൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിങ്ങാലക്കുടയിലെ ഡോക്ടർ തോമസ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ നേതൃ പരിശീലന ക്യാമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന, കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അവരെ കണ്ണിന് പരിശോധനകൾക്ക് വിധേയമാക്കി വിദഗ്ധമായ പരിശോധനയും അതുപോലെ ട്രീറ്റ്മെന്റുകളും വേണ്ടി വന്ന സർജറി വേണമെങ്കിൽ അതുമൊക്കെ നൽകി അവരെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നിശ്ചയിക്കപ്പെട്ട പിരീഡ് വരെയും തന്റെ പ്രിയപ്പെട്ട മക്കളെ മതിവരുവോളം കാണാൻ, ഈ പ്രകൃതിയുടെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കുവാനുള്ള ഒരു അവസരം, ഒരു വഴിയാണ് ഈ സംഘടന ഈ സംരംഭത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തന്റെ ഇടമുള്ള, അതിന് പ്രതിഭാതരായ ഡോക്ടേഴ്സിനെയും സംവിധാനത്തെയും തന്നെയാണ് ഈ പ്രദേശത്തെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതിനുവേണ്ടി സജ്ജരാക്കിയിട്ടുള്ളത് എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ രക്തഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, ഓരോ ഗ്രാമങ്ങളിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം തന്നെ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. നമുക്കറിയാം എപ്പോഴാണ്, ആർക്കാണ്, എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ബ്ലഡ് അന്വേഷിച്ചുകൊണ്ട് A പോസിറ്റീവ് രക്തം, B പോസിറ്റീവ് രക്തം, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നെട്ടോട്ടമോടിക്കൊണ്ട് അവസാനം ബ്ലഡ് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ സാഹചര്യങ്ങൾ നമ്മുടെ നിരവധി പ്രവർത്തകർക്ക്, സഹോദരിമാർക്കൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതിന് പരിഹാരമായിക്കൊണ്ട് പൊട്ടിയിറ ഭാഗത്ത് ഇവിടെ രക്തഗ്രൂപ്പ് നിർണയം കഴിയുമ്പോ അതിന് ബ്ലഡ് നൽകാൻ സന്നദ്ധരായ, അതിന് തന്റെ ഇടമുള്ള, ഞാൻ സന്നദ്ധരാണെന്ന് പറയുന്ന ആളുകളുടെ അവരുടെ ഫോൺ നമ്പർ അടക്കം വേണ്ടി വന്ന ഫോട്ടോ ഉൾപ്പെടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഒരു സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് ബ്ലഡ് ആവശ്യമായി വരുമ്പോൾ പൊട്ടിച്ചിറ SYSനെ ബന്ധപ്പെട്ടാൽ, ഇവിടത്തെ SYSFന്റെ കുട്ടികളെ ബന്ധപ്പെട്ടാൽ നമുക്കത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് പല ഭാഗങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ ഈ മേഖലയിലും അതിനുള്ള സംരംഭം ഒരുക്കണമെന്ന് ഇതിന്റെ സംഘാടകരായ സഹപ്രവർത്തകർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ പൊരുത്തവും പ്രീതിയും കാംക്ഷിച്ചുകൊണ്ട്, സൃഷ്ടാവായ അള്ളാഹുവിന്റെ ആ ഉന്നതമായ ആ പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയ ആയുസ്സിനിടയിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന, നാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന
ആ സമയങ്ങൾ, നമ്മുടെ എനർജികൾ, നമ്മുടെ ഒഴിവു സമയങ്ങൾ, അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് എന്നുള്ള ഉന്നതമായ തത്വമാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ വിഭാഗീയതകളില്ല. പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാഇ, ഭൂമിയുള്ള മുഴുവൻ ജനങ്ങളോട് നിങ്ങൾ കരുണയിൽ വർത്തിക്കണം, എങ്കിൽ ഉന്നതനായ അത്യുന്നതങ്ങളുള്ള സൃഷ്ടാവായ അല്ലാഹു നിങ്ങളോടും കരുണ ചെയ്യുമെന്ന ആ ഉന്നതമായ പ്രചോദനമാണ് നമുക്ക് ഇത്തരം ജീവകാരുണ്യ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളിൽ ബന്ധപ്പെടുവാൻ നമുക്ക് പ്രചോദനവും മോട്ടിവേഷൻ നൽകുന്നത്. ഇത്തരം കാര്യമാണെന്ന് തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഉണ്ടാവണമെന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തി, സൃഷ്ടാവായ ദൈവം തമ്പുരാൻ, സാക്ഷാൽ സൃഷ്ടാവായ അല്ലാഹു എല്ലാ നന്മകളിലും ഒത്തുകൂടുവാനും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജീവകാരുണ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ, അതുപോലെ നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾ, സമൂഹത്തിനും മാതാപിതാക്കൾക്ക് തന്നെ വല്ലാത്ത തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ അവിടെ അടർത്തിയെടുത്തുകൊണ്ട് നന്മയുടെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പക്ഷത്ത് അടിയുറച്ചു നിർത്തി നല്ലൊരു നാളേക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ മതപരമായ വിഭാഗീയതകൾ മറന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ അത്യുന്നതമായ പുരോഗതിക്ക് വേണ്ടി, ഒരു നവസമൂഹത്തിന്റെ പുനഃസൃഷ്ടിപ്പിന് വേണ്ടി നല്ല മനസ്സുകളുടെ കൂട്ടായ്മയായി പരസ്പരം നമുക്ക് കൈകോർക്കാം. സൃഷ്ടാവായ അല്ലാഹു അതിനുള്ള തൗഫീക്കും കരുത്തും നമുക്ക് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെ ശ്രവിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട മുഴുവൻ രക്ഷിതാക്കൾക്കും, സഹോദരി സഹോദരന്മാർക്ക്, അതുപോലെ ഇരിങ്ങാലക്കുട തോമസ് സാറിന്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.